ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗത്തേക്ക് പോവാണ്. നമ്മൾ ഇതിന്റെ ഫസ്റ്റ് വീഡിയോയിൽ ഒരു ഹോൾ നമ്പറിനെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ, ഒരു മിക്സഡ് ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ, അതൊക്കെ കണ്ടു. ഇനി നമ്മൾ ഒരു ഫ്രാക്ഷനെ ഹോൾ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം, തിരിച്ച്. ഓക്കെ, എക്സാമ്പിൾസ് ഉണ്ട്. 3/4 ഡിവൈഡ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. പിന്നെ എക്സസൈസ് വരുന്നുണ്ട്. 3/4 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഇതൊരു ഫ്രാക്ഷൻ ആണ്. ഈ ഫ്രാക്ഷനെ 3 എന്ന് പറയുന്ന ഹോൾ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം ഫ്രാക്ഷനകത്ത്, അതായത് ഒരു ഫ്രാക്ഷൻ ആയിക്കോട്ടെ, രണ്ട് ഫ്രാക്ഷൻ ആയിക്കോട്ടെ, എത്ര ഫ്രാക്ഷൻ വന്നാലും ഫ്രാക്ഷനകത്ത് ഡിവിഷൻ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? റെസിപ്രോക്കൽ കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി എഴുതാൻ പോവാണ്. 3/4 ഡിവൈഡഡ് ബൈ, ഇത് വെറും ഹോൾ നമ്പർ ആയിട്ടല്ലേ കിടക്കുന്നത്, അപ്പൊ അതിനെ ഫ്രാക്ഷൻ ആക്കണ്ടേ. അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്നാ എഴുതാൻ പോവാണ്? തെറ്റാതിരിക്കാൻ വേണ്ടി അതിന്റെ അടിയിൽ എന്ത് കൊടുക്കുക? 1 കൊടുക്കുക, എളുപ്പത്തിന് വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചാക്കാമല്ലോ. അപ്പൊ ഇൻറ്റു, ഇതിന്റെ റെസിപ്രോക്കൽ കാണാൻ നിങ്ങൾക്ക് അല്ലേ, നമ്മളെപ്പോഴും രണ്ടാമത് കിടന്നാലും റെസിപ്രോക്കലാണ് കാണുന്നത്. 1/3 കണ്ടോ മക്കളെ? ചെയ്തത് കണ്ടോ? അപ്പൊ വെറും 3 എന്നാണ്. അപ്പൊ നിങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞു റെസിപ്രോക്കൽ, ഒരു ഹോൾ നമ്പർ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പർ എപ്പോഴും ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ 1 ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/3 ആയിരിക്കും. അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. ഇവിടെ വെറും 3 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ആദ്യം ഞാനൊന്നു ആ 3 എന്നുള്ളതിനെ ഞാൻ ആദ്യം 3/1 അതിനെ ഒരു ഫ്രാക്ഷന്റെ രൂപത്തിൽ എഴുതി. അതിന്റെ ഡിനോമിനേറ്റർ 1 കൊടുത്ത് ഫ്രാക്ഷന്റെ രൂപത്തിൽ എഴുതി. ഇനി നമുക്ക് ഡിവിഷൻ ഇല്ലാത്തതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇതിന്റെ റെസിപ്രോക്കൽ 1/3. ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. 3യും 3യും പോയി, ബാക്കി എത്രയുണ്ട് മക്കളെ? 1/4. എളുപ്പമല്ലേ? എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണ് നമ്മുടെ ഈ ഫ്രാക്ഷന്റെ ഡെസിമൽ. അപ്പോൾ അതിന്റെ ഡെസിമൽസ് എന്നുള്ളത്. അടുത്തത് 2/3 ഡിവൈഡഡ് ബൈ 7 ആണ്. അപ്പൊ ഞാൻ അതെങ്ങനെ എഴുതാൻ പോവാണ്? 7/1. ഓക്കെ, ഇനി എളുപ്പമല്ലേ? 2/3 എന്ത് ചെയ്യും? ഡിവിഷൻ ഇല്ലാത്തതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എങ്ങനെ? റെസിപ്രോക്കൽ കണ്ട്, രണ്ടാമത് കിടക്കുന്നതിന്റെ റെസിപ്രോക്കൽ 1/7. ഇവിടെ ക്യാൻസൽ ചെയ്യാനുണ്ടോ? ഇല്ല. മൾട്ടിപ്പിൾസ് ഉണ്ടോ? ഇല്ല. മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 1 2, 21 അല്ലേ? ഓക്കെ, അടുത്തത് 5/7 ഡിവൈഡഡ് ബൈ 6 എന്നാണ്. തെറ്റാതിരിക്കാൻ ഞാൻ 6/1 എന്ന് കൊടുത്തു. അപ്പം 5/7 ഇൻറ്റു, ഇനി ആരുടെ റെസിപ്രോക്കൽ എടുക്കുന്നത്? 6/1, 1/6. ഇവിടെ ഉണ്ടോ മൾട്ടിപ്ലൈ ചെയ്യാൻ? സോറി, ഡിവൈഡ് ഉണ്ടോ? ഒന്നുമില്ല, മേളിലും താഴെയില്ല. അപ്പൊ 5 × 1 5, 42. അടുത്തത് 2/7 ഡിവൈഡഡ് ബൈ 8 എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ എന്നാ കൊടുക്കും? 1 കൊടുക്കും. ഓക്കെ, 2/7 റെസിപ്രോക്കൽ കണ്ടിട്ട് മൾട്ടിപ്ലൈ. ആരുടെ റെസിപ്രോക്കലാ? ആദ്യത്തെ റെസിപ്രോക്കൽ കണ്ടേക്കല്ലേ, ഒരു ചേഞ്ച് ആദ്യം തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കല്ലേ കേട്ടോ മക്കളെ. പിന്നെ നമ്മൾ എപ്പോഴും രണ്ടാമത് കിടക്കുന്നതിന്റെ റെസിപ്രോക്കൽ ആണ് എഴുതുന്നത്. അങ്ങനെ എഴുതി പോവുക കേട്ടോ. ഓക്കെ, ഇവിടെ ക്യാൻസലേഷൻ ഉണ്ടോ? ഇല്ല. ഉണ്ട്. 2ഉം 8ഉം, 2ന്റെ മൾട്ടിപ്പിൾസ് 1 × 2 2 4. അപ്പൊ 1 × 1 24 1/20. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് മിക്സഡ് ഓഫ് ഫ്രാക്ഷൻ ബൈ മിക്സഡ് ഫ്രാക്ഷനെ ഹോൾ നമ്പർ കൊണ്ട് ചെയ്ത് നോക്കാം. ഇത് വെറും ഫ്രാക്ഷനെയാണ് ഹോൾ നമ്പർ കൊണ്ട് ചെയ്തത്. അടുത്തത് എങ്ങനെ ചെയ്യാൻ പോകുന്നത്? ഡിവിഷൻ ഓഫ് മിക്സഡ് ഫ്രാക്ഷനെ. ഞാനൊരു മിക്സഡ് ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ 2 എക്സാമ്പിൾ എഴുതട്ടെ. 2 and 2/3 ഡിവൈഡഡ് ബൈ 5, 4 and 2/5 ഡിവൈഡഡ് ബൈ 3, 2 and 3/5 ഡിവൈഡഡ് ബൈ 2. കണ്ടോ? മിക്സഡ് ഫ്രാക്ഷനെ ഒരു ഹോൾ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. നമുക്കറിയാം മിക്സഡ് ആയിട്ട് നമ്മൾ ചെയ്യുമോ? ഇല്ല. നമ്മൾ അതിനെ ഇംപ്രോപ്പർ ആക്കാം. ആക്കിക്കേ, ആദ്യം അതാക്കി എഴുതാം. 2 × 3 + 2/3 ഡിവൈഡഡ് ബൈ 5 അല്ലേ? ആദ്യം മിക്സഡ് ആക്കാൻ പോവാം. ഓക്കെ, 6 + 2 8/3 ഡിവൈഡഡ് ബൈ 5. ഇതിനാക്കി മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കി 8/3 ഹോൾ നമ്പർ. അപ്പൊ ഹോൾ നമ്പർ അവിടെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഹോൾ നമ്പറിന്റെ അടിയിൽ തന്നെ ഇട്ട് കൊടുക്കും മക്കളെ. 1 ഇട്ട് കൊടുക്കും, തെറ്റാതിരിക്കാൻ അല്ലേ. അപ്പൊ എങ്ങനെ എഴുതാം? 8/3. ഇനി ഇവിടെ തീർത്തുക ഇൻറ്റു ഇതിന്റെ റെസിപ്രോക്കൽ 1/5. വല്ലതും ക്യാൻസൽ ഉണ്ടോ? ഇല്ല. 8 × 1 8, 5 × 3
50. നിങ്ങൾക്ക് ചെയ്യാം, ഈസിയായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അതൊന്നുകൂടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഇല്ലാത്തതൊന്ന് റബ് ചെയ്ത്. ഓക്കെ, ഇവിടെ നോക്കാം. 4/2/5 ഡിവൈഡഡ് ബൈ 3. അപ്പൊ ആദ്യം നമ്മൾ ഇതിനെ എന്നാക്കും? ഇംപ്രോപ്പർ. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമുക്ക് മിക്സർ വെച്ച് ചെയ്യത്തില്ല, ഇംപ്രോപ്പർ ആക്കുക. അപ്പൊ എത്രയാ? 4 × 5 + 2 ഡിവൈഡഡ് ബൈ 5 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, 20 എന്നാൽ 20 22/5 ഡിവൈഡഡ് ബൈ 3 അടി എന്തിട്ട് കൊടുക്കും? ഹോൾ നമ്പർ. എപ്പോഴും നമുക്ക് ഡിവിഷനകത്ത് ഹോൾ നമ്പർ കണ്ടോണ്ട് നിങ്ങൾ ഡിനോമിനേറ്റർ 1 ഇടുവാണെങ്കിൽ തെറ്റാതിരിക്കും കേട്ടോ. അതങ്ങ് ഇട്ട് പോകുന്ന ശീലം വെച്ചേരാൻ. ഓക്കെ, ഇനി നമ്മൾ എന്നാ ചെയ്യുന്നത്? 22/5 × 1/3 അല്ലേ? റെസിപ്രോക്കൽ കാണും അല്ലേ? ഇവിടെ ക്യാൻസൽ ചെയ്യാൻ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പം 22/15. ഓ, ഇതൊരു ഇംപ്രോപ്പർ വന്നല്ലോ. 22/15 നമുക്കങ്ങ് ഡിവൈഡ് ചെയ്ത് നോക്കാം. 22/15. 15 1 15 ഉള്ളൂ. 5 2 30. 15 അപ്പൊ 12 12 5 10 7 5 12 അപ്പൊ 7. ആൻസർ എത്രയാണ്? 1/7/50. കോഷ്യന്റ് അല്ലേ നമ്മൾ എഴുതുമ്പോൾ സൈഡിൽ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് നോക്കാം. അടുത്ത ഇത് 2 and 3/5 ഡിവൈഡഡ് ബൈ 2. ഇതെങ്ങനെ എഴുതും? ആദ്യം ഇംപ്രോപ്പർ ആക്കിക്കേ. ഇങ്ങനെ വരുന്നത് 2 × 5 + 3. അപ്പൊ അറിയാമല്ലോ മക്കളെ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഞാനതിങ്ങനെ ചുമ്മാ നമ്മളിങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഏതാ ഈ മിക്സറിനെ ഇംപ്രോപ്പർ ആക്കുന്നത്? 5 × 2 10. 10 + 3 13/5 ഡിവൈഡഡ് ബൈ 2ന്റെ അടി തന്നെ ഇട്ടു 1 ഇട്ടു. ഓക്കെ, 13/5. എന്ത് ചെയ്യും നമ്മൾ അടുത്തത്? ഡിവിഷൻ ഉണ്ടോ? നോർത്ത് ഇല്ല. മൾട്ടിപ്ലിക്കേഷൻ, റെസിപ്രോക്കൽ കണ്ടിട്ട് 2/1ന്റെ റെസിപ്രോക്കൽ എത്ര? 1/2. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഡിവിഷൻ ഇല്ല. 13 × 1 30. ഓ, ഇത് ഇംപ്രോപ്പർ ആണല്ലേ. ഇംപ്രോപ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ ഇംപ്രോപ്പർ ആണെങ്കിൽ നമ്മൾ ഉടനെ അവരെ ഇതാക്കും. ആൻസർ 1/3/10. ഇത്രയേ ഉള്ളൂ മക്കളെ. നമുക്കറിയാം പ്രോപ്പർ ആണെങ്കിലും ഇംപ്രോപ്പർ ആണെങ്കിലും മിക്സഡ് ആണെങ്കിലും ഒക്കെ ആക്കാനൊക്കെ അറിയാം. ഡിവിഷൻ ഇല്ലല്ലോ, ഫ്രാക്ഷന് ഡിവിഷൻ ഇല്ലല്ലോ. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. പിന്നെ ഡിവിഷൻ വരുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, രണ്ടാമത് കിടക്കുന്നതിന്റെ റെസിപ്രോക്കൽ കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മാത്രം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒരു ഫോം കൂടെ നോക്കാം. ഒരു ഡിവിഷൻ ഓഫ് എ, അടുത്ത് ചെയ്യാൻ പോകുന്ന ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻ ബൈ എ ഫ്രാക്ഷൻ. ഇനി നമ്മൾ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിലുള്ള ഡിവിഷനാണ് നോക്കുന്നത്. ഇത്രയും നേരം നമ്മൾ ഹോൾ നമ്പറിനെ ഫ്രാക്ഷൻ കൊണ്ട്, ഫ്രാക്ഷനെ മിക്സഡ് കൊണ്ട്, ഫ്രാക്ഷൻ അല്ല, ഹോൾ നമ്പറിനെ മിക്സഡ് കൊണ്ട്, പിന്നെ മിക്സഡിനെ ഹോൾ കൊണ്ട്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് ചെയ്തത്. ഇനി രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ക്വസ്റ്റ്യൻസ് എഴുതാവേ. 1/3 ഡിവൈഡഡ് ബൈ 6/5. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതട്ടെ. 8/5 ഡിവൈഡഡ് ബൈ 2/3. കൂടുതൽ ചെയ്യിക്കുന്നത് നിങ്ങൾക്ക് എക്സസൈസ് വേറെ ഉണ്ട്, ഞാനിത് ചെയ്യിക്കുന്ന കാരണം ഇത് തെറോ ആകാൻ വേണ്ടിയാണ്. ഓക്കെ, അടുത്ത് 3/5 ഡിവൈഡഡ് ബൈ 1/2. ഇങ്ങോട്ട് എഴുതാം ക്വസ്റ്റ്യൻ. 1/2 ഡിവൈഡഡ് ബൈ 3/5. 2 and 1/2 ഡിവൈഡഡ് ബൈ 3/5. 5 and 1/6 ഡിവൈഡഡ് ബൈ 9/2. ഇത്രയും പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പഠിക്കും. ഓക്കെ, രണ്ട് ഫ്രാക്ഷൻ തന്നെ. ഫ്രാക്ഷനകത്ത് ഡിവിഷനകത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്നായിരുന്നു മക്കളെ? 1/3 ഇൻറ്റു, ചുമ്മാ ചെയ്യാൻ പറ്റുമോ? ഇവരുടെ റെസിപ്രോക്കൽ 5/6. ആരെങ്കിലും ക്യാൻസലേഷൻ ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ലേ? 3 6 ഒരുമിച്ചാണ് കിടക്കുന്നത്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വന്നാലേ, മൾട്ടിപ്പിൾസ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വന്നാലേ ക്യാൻസൽ ചെയ്യത്തുള്ളൂ. രണ്ട് ഡിനോമിനേറ്റർ വന്നു അവർ തമ്മിൽ ക്യാൻസൽ ചെയ്യുമോ? ഇല്ല, മൾട്ടിപ്ലൈ ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പൊ 1 × 5 5/8 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. അടുത്തത് നോക്കാം. 8/5 ഇൻറ്റു ഇവരുടെ റെസിപ്രോക്കൽ. അപ്പൊ എത്ര വരും? 3/2. ഇവിടെ ക്യാൻസലേഷൻ ഉണ്ട് മക്കളെ. ആരൊക്കെയാണ്? 2ഉം 8ഉം. 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 1 × 2 4. അപ്പൊ എത്രയാണ്? 4 × 3 12/5 അല്ലേ? 12/5. ഇതും മൾട്ടിപ്ലിക്കേഷൻ നടത്തില്ല. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് 12/5 ഒന്ന് ചെയ്തേക്കാം. 5
10. അപ്പോൾ ആൻസർ അതിനെ മിക്സഡ് ആക്കുവാണെങ്കിൽ 2/5 എന്ന് വരും. ഓക്കെ, അടുത്തത് ചെയ്യാം. 1/2 ഇൻറ്റു തിരിച്ച് 4/3 അല്ലേ? ക്യാൻസൽ ആണല്ലോ. 1 × 2 2. അപ്പോൾ എത്രയാണ്? 1 × 2 1 × 3 1 × 2 2 1 × 3 3. ഓക്കെ, അടുത്തത് 3/5 ഇൻറ്റു 2/1. ഇതുണ്ടോ? ക്യാൻസൽ ഉണ്ടോ? ഇല്ല. അപ്പോൾ നേരിട്ട് മൾട്ടിപ്ലിക്കേഷൻ. 3 × 2 6 1 × 5 5 6/5 ഇംപ്രോപ്പർ ആയതുകൊണ്ട് ഒന്ന് ചെയ്തേക്കാം. അപ്പോൾ ആൻസർ എത്രയാണ് മക്കളെ? 1 and 1/5. എൻ്റെ ആൻസർ 1 and 1/5 ആണ്. നമുക്ക് ഇനി അടുത്തത് ചെയ്യാം. ഇനി ഒരു സ്പീഡിലൊന്ന് ചെയ്തേക്കാം അല്ലേ? ലെങ്തി വീഡിയോസ് ഒക്കെ ആയിപ്പോയാൽ നിങ്ങൾക്ക് മടുപ്പാം. അടുത്തത് 1/2 ഡിവൈഡഡ് ബൈ 3/5. നമുക്ക് ഡിവിഷൻ ഉണ്ടോ? ഇല്ല. ഇപ്പം നിങ്ങൾ ചാടിപ്പറയും നമ്മൾ തിരിച്ചിട്ട് ഗുണിക്കും, അതായത് റെസിപ്രോക്കൽ കണ്ടിട്ട് മൾട്ടിപ്ലൈ. 1 × 5 5 3 × 2 6 5/6 പ്രോപ്പർ. അതിനെ പിന്നെ ഒന്നും ആക്കണ്ട. അടുത്തത് 2 and 1/2 ഡിവൈഡഡ് ബൈ 3/5. അങ്ങനെ ഈ മക്കളെ, നമുക്കറിയാം മിക്സഡ് വന്ന ഉടനെ അവരെ മാറ്റണം അല്ലേ? മാറ്റിക്കോ. 2 × 2 4 4 + 1 5/2 ഡിവൈഡഡ് ബൈ 3/5 അല്ലേ? അപ്പോൾ 5/2നെ ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ ഇൻറ്റു ചെയ്തിട്ട് 5/3 ആകും അല്ലേ? റെസിപ്രോക്കൽ കണ്ടിട്ട് രണ്ടാമത്തെ. ഇനി 5 × 5 25/3 × 2 6. ഇംപ്രോപ്പർ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 24. അപ്പം ആൻസർ എത്രയാണ്? 4 and 1/6. നിങ്ങൾക്കറിയാം മിക്സഡ് ആക്കാനൊക്കെ അറിയാം. അതുകൊണ്ട് ഞാനത് എങ്ങനെ വന്നു എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട്. 5 and 1/6 ഡിവൈഡഡ് ബൈ 9/2. എങ്ങനെ ഇതിനെയാക്കുന്നത്? 5 ഇൻറ്റു മിക്സഡ് ആണ്. അതിനെ നമ്മൾ എന്താക്കും? ഇംപ്രോപ്പർ. 5 × 6 30 + 1 31/6 ഡിവൈഡഡ് ബൈ 9/2. നമുക്ക് ഡിവിഷൻ ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ഇതിൻ്റെ റെസിപ്രോക്കൽ കണ്ടിട്ട് ക്യാൻസൽ ചെയ്യാമല്ലോ. 2നെ 6ൻ്റെ 1 × 2 3. വേറെ ആരുമില്ല. അപ്പം 31/27. ഓക്കെ, 27 അല്ലേ? ഇനി 31ന് എത്ര പ്രാവശ്യം ഉണ്ട്? 27 ഒറ്റ തവണയുള്ളൂ. 27 4 11. അപ്പോൾ ആൻസർ എത്രയാണ്? 1 and 4/27. ഇത്രയേ ഉള്ളൂ മക്കളെ. നമ്മളിപ്പോൾ എല്ലാം പഠിച്ചു. മൾട്ടിപ്ലിക്കേഷൻ, രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ, ഹോൾ നമ്പേഴ്സ് തമ്മിൽ, മിക്സഡ് ഫ്രാക്ഷനും തമ്മിൽ എല്ലാ രീതിയിലുള്ളത് പഠിച്ചിട്ടുണ്ട്. ഈ എക്സസൈസ് ഈ ചെയ്യുന്നത് നിങ്ങൾ വെറുതെ കണ്ടിരിക്കാതെ ഒന്ന് ചെയ്യണേ. ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെത്താൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തെഴുതിയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എടുത്തെഴുതി ചെയ്യുക. എക്സാമ്പിൾസ് ആണ്. ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചെയ്ത് നോക്കുക. തെറ്റുവാണെങ്കിൽ എവിടെ തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത് വരുന്ന എക്സസൈസ് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. വെറുതെ ടെക്സ്റ്റ് എടുത്ത് വെക്കുക, ആൻസർ എഴുതുക. അത്രേ ഉള്ളൂ മക്കളെ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മക്കളെ ഇത് ചെയ്ത് നോക്കണം. ക്വസ്റ്റ്യൻസ്, ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് വെറുതെ വായിച്ചു വിടല്ലേ മക്കളെ. ഇത് ചെയ്യണം. ഈ പറയുന്നത് കേട്ടിട്ട് ഇതെൻ്റെ രീതി മനസ്സിലാക്കി കഴിഞ്ഞ് നിങ്ങളത് ചെയ്യണം കേട്ടോ. ഓക്കെ മക്കളെ, എല്ലാവരും ചെയ്യും, എനിക്കറിയാം, ഉറപ്പുണ്ട് കേട്ടോ. ഹൈ സ്കോർ നിങ്ങൾ മേടിക്കുക തന്നെ ചെയ്യും, അതെനിക്ക് ഉറപ്പാണ്. ഓക്കെ മക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.